ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനുള്ള എംപിമാരുടെ സംഘം ഇന്ന് ഡൽഹിയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എംപി അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ജപ്പാനിലേക്കാണ് യാത്ര പുറപ്പെടുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായും തോന്നുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലുള്ള ഒരു തത്രപ്പാടിനിടയിലാണ് നിങ്ങളുടെ ഒരു വരവ്. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ അല്പം വൈകുമെന്നൊരു സംശയമുണ്ട്. അഥവാ എനിക്ക് ഫ്ലൈറ്റ് മിസ്സാകുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്കായിരിക്കും. ഇല്ല, ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് നമ്മൾ പോകുമെന്ന് ഉറപ്പുവരുത്തും. നിങ്ങൾ അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അപ്പം ഞങ്ങളുടെ ദൗത്യം ആരംഭിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിൽ തുടങ്ങിയിട്ട് കൊറിയ, പിന്നെ സിംഗപ്പൂർ, ദെൻ ഇന്തോനേഷ്യ, ദെൻ മലേഷ്യ തിരിച്ചു വരും. അപ്പം ഞങ്ങൾ 3-ാം തീയതി രാത്രിയോട് കൂടിയിട്ട് മടങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ മുൻ അംബാസഡറുണ്ട്, മുൻ മന്ത്രി സൽമാൻ ഖുർഷിദുണ്ട്. ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്നത് JDUയുടെ നേതാവ് സഞ്ജയ് കുമാർ ജായാണ്. പുതുതായി ഒരാൾ ഞങ്ങളുടെ ടീമിലേക്ക് വന്നിട്ടുണ്ട്, വളരെ പ്രശസ്തനായിട്ടുള്ളൊരു നേതാവ് അഭിഷേക് ബാനർജി, TMCയുടെ നേതാവ്. യൂസഫ് പത്താനെ പിൻവലിച്ചിട്ടാണ് TMC അദ്ദേഹത്തെ ഈ ടീമിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ. ജപ്പാനും അതുപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ. മുസ്ലിം ജനങ്ങൾക്ക് സ്വാധീനമുള്ളൊരു സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ എംഇയുടെ പട്ടികയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കും. അതിനൊപ്പം തന്നെ ഈ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുക, പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണല്ലോ. അതിനപ്പുറം നമ്മളുടെ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്തൊക്കെയാണ്? നമ്മൾ ആരൊക്കെയാണ് അവിടെ കാണുക? അങ്ങനെയുള്ള ഷെഡ്യൂളുകൾ എന്തെങ്കിലും? ഈ ഒരു പബ്ലിക് ഔട്ട്റീച്ച് ഡിപ്ലോമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറഞ്ഞാൽ, സാധാരണ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചാനലിലൂടെ മാത്രമാണ്. അതായത് ഒരേ സ്റ്റേച്ചറുള്ള സ്റ്റാറ്റസുള്ള ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്നു. വളരെ ഔപചാരികമാണ്. ഇത് ഔപചാരികമാണ്, അനൗപചാരികമാണ്. ഞങ്ങളവിടെയുള്ള മന്ത്രിമാരെ കാണും, പാർലമെൻറ്റ് MPമാരെ കാണും. അതിനപ്പുറത്ത് ആ ഒരു രാജ്യത്ത് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്ന മറ്റൊരുപാട് ആൾക്കാരുമായിട്ട് വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ആശയവിനിമയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം മീഡിയ, അക്കാഡമിഷ്യൻസ്, തിങ്ക് ടാങ്കുകൾ, സിവിൽ സൊസൈറ്റിയിലെ വിവിധ സംഘടനകൾ, അതുപോലെ തന്നെ ഡയസ്പൊറ കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു വളരെ വൈഡായിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിൽ യാതൊരു പ്ലഷറും ഇല്ല, വളരെ പ്രഷർ ഗ്രൂപ്പാണ്. അതെന്നാ കാരണം വെച്ചാൽ ഒരു ദിവസം തന്നെ 8-10 മീറ്റിംഗ് ഒക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്കുള്ള പോക്ക് തന്നെ രാത്രിയിലാണ്. അപ്പം ഉറക്കമില്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. വലിയൊരു ദൗത്യത്തോടു കൂടിയാണ്, തയ്യാറെടുപ്പായിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ഔട്ട്റീച്ചാണ്. ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലുള്ള ഡെലിഗേഷൻസ് പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിസ്തൃതമായിട്ടൊരു ഫുട് പ്രിൻറ്റിൽ, അതായത് ഒരു 35ഓളം രാജ്യങ്ങളിലേക്കുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് ആദ്യമാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു വശം കൂടി ഇതിനകത്തുണ്ട്. അതായത് സെക്യൂരിറ്റി കൗൺസിലെ അംഗങ്ങൾ, ഇനി സെക്യൂരിറ്റി കൗൺസിലിൽ വരാൻ പോകുന്ന അംഗങ്ങൾ, ഓരോ മേഖലയിലെയും ശ്രദ്ധേയമായിട്ടുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ തൽപരരായിട്ടുള്ള ജനവിഭാഗങ്ങളുള്ള രാജ്യങ്ങൾ, അങ്ങനെ പല ഘടകങ്ങളും കണക്കിലെടുത്താണ് ഈ രാജ്യങ്ങളെ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് തുടർന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാന് ടെറർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് ഇന്ത്യ കാണുന്നത്? ഇപ്പം അമേരിക്കയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ അജിറ്റേറ്ററായി. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലൊരു ഭീകരപ്രവർത്തനം നടക്കുന്നു. പക്ഷേ അതേക്കുറിച്ച് വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണവും ജാഗ്രതയും ഉണ്ടായോ എന്ന് ഞാൻ വ്യക്തിപരമായി സംശയിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ട്രംപിൻ്റെയൊക്കെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനെയും കൂടെ ഹൈഫണേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരേ തരത്തിൽ വെച്ച് കാണുക. യഥാർത്ഥത്തിൽ ഒരേ തരത്തിൽ വെച്ച് കാണുന്നത് തന്നെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുന്ന ഒരാളെയും ക്രൈമിന് ഇരയാകുന്ന ഒരാളെയും കൂടി ഒരു തരത്തിൽ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഇവിടെ അന്താരാഷ്ട്ര സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ കാണുന്നത്, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഒരു മത തീവ്രവാദത്തിൽ മത ഘടകത്തെ ഊന്നിക്കൊണ്ടുണ്ടായ രാജ്യമാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ വൈവിധ്യങ്ങളുള്ള, റിച്ച് ഡൈവേഴ്സിറ്റിയുള്ള, ബഹുസ്വരതയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ ഒരേ തട്ടിലാക്കാൻ പറ്റില്ല. ആ മതഭ്രാന്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ അധപ്പതനം ആരംഭിക്കുന്നത്. അപ്പോൾ അതൊരു മാതൃകയായിരിക്കണം മറ്റ് രാജ്യങ്ങൾക്കെന്നുള്ള ഒരു സൂചന കൂടി നൽകണമെന്നാണ് എൻ്റെ സന്ദേശം കൂടി നൽകുക. തീർച്ചയായിട്ടും. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇന്ത്യയുടെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി ഇപ്പം
ഇന്നലെ മാത്രമല്ല, മിനിങ്ങാന്ന് അദ്ദേഹം MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരു 3-3.25 മണിക്കൂർ 3.5 മണിക്കൂറോളം വലിയൊരു കോംപ്രഹെൻസീവ് ബ്രീഫിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല സമീപകാലത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു വിദേശകാര്യ സെക്രട്ടറി അല്ല വകുപ്പ് സെക്രട്ടറി ഇതുപോലെ ചോദ്യം ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അദ്ദേഹം പ്രസൻറ്റേഷൻ നടത്തി, പക്ഷേ എണ്ണമറ്റ ചോദ്യങ്ങൾ വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന എന്താ കാരണം വെച്ചാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പിക്കുക എന്നുള്ളതാണ്, എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി. അതുകൊണ്ട് ഏറ്റവും അസ്വസ്ഥജനകമായ ഒരു അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങൾ പോലും അവിടെ ഉയർന്നിരുന്നു. അപ്പം ആ ഒരു പ്രക്രിയയ്ക്ക് ശേഷം ഇന്നലെ ബ്രീഫിംഗ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു യാത്രയുടെ പ്രധാനപ്പെട്ട വശങ്ങളെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ഈ യാത്രയുമായി ബന്ധപ്പെട്ടും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടും ഉള്ള ഒരുപാട് ഘടകങ്ങൾ ഇങ്ങനെ സംശീലിച്ചുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ TMCയിൽ നിന്ന് അഭിഷേക് ബാനർജി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയായി ആലോചിക്കാതെ പ്രതിനിധികളെ തിരഞ്ഞെടുത്തതിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തരൂരിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. അത് ഇപ്പം തരൂർ എനിക്കറിയില്ല, എന്നോട് ആര് സംസാരിക്കുമ്പോഴും തരൂരിനെ എൻ്റെ മുമ്പിൽ പിടിച്ചിടാറുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തരൂർ കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാരിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പ്രക്രിയ ഇത് ഈ രൂപത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് വിശ്വാസത്തിലെടുക്കായിരുന്നു കുറച്ചും കൂടി അവതാരണത്തോടെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സൂചന എന്ന് പറഞ്ഞാൽ സർക്കാർ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് അംഗങ്ങളെ തീരുമാനിച്ചത്. അവരുടെ ഡൊമൈൻ എക്സ്പെർട്ടൈസ്, അവരുടെ ആർട്ടിക്കുലേഷന്, പ്രാതിനിധ്യം, മുസ്ലിം ഫേസസ്, വിമൻ ഫേസസ്, പാർട്ടിക്കുള്ള പ്രാതിനിധ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ പോലും ഒരു പാർട്ടിയോട് പറയാം, ഞങ്ങൾ ഇന്ന ആൾക്കാരെയാണ് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കാണുന്നതെന്ന് പറഞ്ഞിട്ടൊരു സുതാര്യമായിട്ടൊരു ചർച്ച നടത്താമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ബഹുകക്ഷിയ സംവിധാനമാണ്. ഇപ്പോൾ മൾട്ടി പാർട്ടി സംവിധാനത്തിൽ ഊന്നിയ ഒരു ഡെമോക്രസി നമുക്കുള്ളപ്പോൾ സ്വാഭാവികമായിട്ടൊരു കുറേയും കൂടി സുതാര്യമായിട്ടുള്ള ഒരു ഏകോപനം സാധ്യമാകുമായിരുന്നു. തരൂരിൻ്റെ ഒരു വിവാദത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാനത് ഇനിയും പറയണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ തരൂർ ഈ രംഗത്ത് വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. അപ്പം ഞാനും അദ്ദേഹമായിട്ട് ദീർഘകാലമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹം IT സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുള്ള സമയത്ത് ഞാനത് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള സമയത്ത് ആ കമ്മിറ്റിയിലുണ്ട്. കേരളത്തിൽ ഞങ്ങൾ രണ്ടുപേരാണ് ആ കമ്മിറ്റിയിലുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു, ഒരു ഗ്ലോബൽ ഡിപ്ലോമാറ്റാണ്, ഈ മേഖലയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അപ്പം തരൂരിൻ്റെ ഒരു എന്താ പറയുക എക്സ്പെർട്ടൈസിനെ കുറിച്ചോ യോഗ്യതയെക്കുറിച്ചോ ഒരു ചർച്ച വരുന്നത് ഗുണകരമായിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. തരൂർ ഒരു ഡീഫോൾട്ട് ചോയ്സ് അല്ലേ സ്വാഭാവികമായിട്ടും. പക്ഷേ കോൺഗ്രസിന് വിശ്വാസത്തിൽ എടുത്തിട്ട് ചെയ്യണമായിരുന്നുള്ള കാര്യം ആ നൈസിറ്റീസ് ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും അത്തരത്തിലേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ വിയോജിപ്പുകൾ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പഹൽഗാമിൽ തുടങ്ങിയിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഫെയിലിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യൽ, നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യൽ, പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യൽ, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു സർവകക്ഷി യോഗം, ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിശാലമായൊരു കോസിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗവാക്കാകും. ഇനി ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ നിങ്ങളോട്. പലരുടെയും പ്രസ്താവനകൾ എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ രാത്രി ഇന്നുമായിട്ട് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പം ഞങ്ങൾ പോയില്ലായിരുന്നു വെച്ചോളൂ, അതായത് കേന്ദ്ര സർക്കാരിന് ക്ഷണം ഞങ്ങൾക്ക് കിട്ടി, എല്ലാ പാർട്ടികളും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ TMCയുടെ ഏക വിഷയം എന്തായിരുന്നു? അവർക്ക് പറ്റിയ ആളെ വിട്ടില്ല എന്നുള്ളതായിരുന്നു. കോൺഗ്രസിൻ്റെ ഏക വിഷയം അത് മാത്രമായിരുന്നു, വേറൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ അലയൻസിലെ എല്ലാ പാർട്ടികളും ഇംപ്രോംപ്റ്റു ആയിട്ട് തന്നെ പലരും ആ ക്ഷണം സ്വീകരിച്ചു. ഞങ്ങൾ എടുത്തിട്ടില്ലെന്ന് വെച്ചോളൂ. നിങ്ങൾ നാളെ എന്തായിരിക്കും ഞങ്ങൾക്കെതിരെ പറയുന്നു? ചൈന പക്ഷക്കാരാണ്, പാകിസ്ഥാൻ പക്ഷക്കാരാണ്, എന്തൊക്കെ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതായത് ഞങ്ങൾ പോകുന്നില്ലെങ്കിൽ കൊടുക്കാനുള്ള വാർത്തകളും കൂടി നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ അത്തരത്തിലേക്ക് ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമ വിഭാഗങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ വളരെ നല്ലവരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഘടകം കൂടി അപ്പം ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അല്ല ഓക്കെ, ചിലർ വിമർശനം ഉന്നയിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, ഓക്കെ നമ്മുടെ വിയോജിപ്പുകൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മോഡിയോട് വിയോജിപ്പുണ്ട്. പാർലമെൻറ്റിൽ ഞാൻ അദ്ദേഹം ഇരിക്കുന്ന പാർലമെൻറ്റിൽ ഞാൻ ഇരിക്കാറില്ലേ? അപ്പോൾ ഞാൻ ഉടനെ പറയാണ് അതേ ഇരിക്കുകയാണ്, ഞാൻ ഇരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പാർലമെൻറ്റ് ഡെമോക്രസിയുടെ ഭാഗമല്ലേ നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ലെന്നുള്ള അഭിപ്രായമാണ്. മാത്രമല്ല ഇതൊരു ലാർജർ ഇഷ്യൂ ഓഫ് നേഷനാണ്. രാജ്യത്തിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ളൊരു ഉദ്ദേശത്തെ നമ്മൾ മുൻനിർത്തി
ഇങ്ങനൊരു ദൗത്യം പോകണമെന്ന് പ്രധാനമന്ത്രി അതിലൊക്കെ ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, തർക്കമൊന്നുമില്ല കാര്യത്തിൽ. BJPക്ക് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം ഉണ്ടാകുന്ന ഒരു പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു ആർജവമുണ്ട്. ആ ആർജവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ പോകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള അത്തരത്തിലേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി രാജ്യത്തിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുക. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ദൗത്യമെന്ന് പറയുന്നത് വളരെ കൃത്യതയുള്ളതാണ്, സ്പഷ്ടതയുള്ളതാണ്. അതല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കില്ല നമ്മുടെ. അതിവിടെ നമുക്ക് ഓരോ വകതിരിവ് വേണ്ട നമുക്ക്. അത് കാരണം വെച്ചാൽ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ന് തന്നെ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ കൃത്യമായിട്ട് ഞാൻ ഓരോന്ന് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വിയോജിപ്പുകളുടെ മേഖല. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് വളരെ രസകരമായൊരു അനക്ഡോട്ടുണ്ട്, ഒരു പക്ഷേ കേരളത്തിലെ പ്രേക്ഷകർ അറിയേണ്ടതാണ്. 94 ഐക്യരാഷ്ട്രസഭയിലേക്ക് അന്ന് നരസിംഹറാവു ഒരു സംഘത്തെ അയച്ചു. ആ സംഘത്തിൻ്റെ തലവൻ ഫറൂഖ് അബ്ദുള്ളയായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് അഹമ്മദ് ഉണ്ടായിരുന്നു, സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഘം അന്നത്തെ അവിടുത്തെ പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഹമീദ് അൻസാരി ആയിരുന്നു. അദ്ദേഹം പിന്നീട് ഉപരാഷ്ട്രപതിയായി. അപ്പോൾ ഇന്ത്യൻ സംഘം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ മറ്റേ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാതെ വേറെ ആരുമില്ലേന്ന്. എന്ന് വെച്ചാൽ ഈ ഡെലിഗേഷൻ മുഴുവൻ മുസ്ലിം ഫേസ് ആയതുകൊണ്ട് അദ്ദേഹം സർക്കാസ്റ്റിക്കായിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയാണത് പ്രകടിപ്പിക്കുന്നത്, പാകിസ്ഥാനല്ല ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ആ ബഹുസ്വരത നമ്മുടെ ബഹുകക്ഷി സമ്പ്രദായത്തിലും ആ ബഹുസ്വരതയുണ്ട്. ആ ബഹുസ്വരത എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്ന ആ സർവകക്ഷി പ്രതിനിധി സംഘത്തിലുമുണ്ട്. അതിലും കൂടി നമ്മൾ അടിവരയിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞങ്ങൾ ഇനി ചോദ്യം ചോദിച്ച് അങ്ങേ ലേറ്റാക്കുന്നില്ല. എല്ലാവിധ ആശംസകളും. ചോദ്യങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഞാൻ വിസ്തൃതമായിട്ട് മറുപടി കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതുതന്നെയാണ് അദ്ദേഹം നിലപാട് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നതും. ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.